വെക്കേഷൻ ആയ പിള്ളേർക്ക് പറയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എവിടേക്കെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരും എന്ന് പറയലാണ് പതിവ് കേട്ടോ. ഇപ്പോൾ ഈ അടയ്ക്ക് വലിയ വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു അടയാണ്. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. പഴമാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. പഴവും നാളികേരം ശർക്കരയും ശരിക്കും ഇവിടെ അവിലും കൂടി വേണം. അതുകൂടി നിറയ്ക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങളിൽ അവിലില്ലാത്ത കാര്യം ഞാൻ പഴം വെച്ചാണ് അടി ഉണ്ടാക്കിയത് കേട്ടോ. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അവിലില്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ അവിലുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ചെയ്തോളൂ. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിനെ നമ്മൾ ഒരു ചീഞ്ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ ഇത്തിരി അധികം ഒഴിച്ചോളൂ. ഞാൻ എനിക്ക് പിശുക്കത്തിയായ കാരണം ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടായുള്ളൂ. നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ നല്ല ജീരകമില്ലേ, സാധാരണ ജീരകം, ആ ജീരകം ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ പഴം, ഞാൻ ഒരു വലിയ പഴം എടുത്തത്. നിങ്ങൾക്ക് അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം പഴം എടുത്തോളൂ. അപ്പോൾ ഞാൻ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി നുറുക്കി അതിങ്ങനെ നന്നായി വഴച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ വഴച്ചെടുത്തോളൂ. ഞാൻ വഴച്ച സമയത്തിൽ കുറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. ശരിക്കും നല്ല രീതിയിൽ അങ്ങോട്ട് വളർന്നിങ്ങനെ ഒരു എണ്ണ പുറത്തേക്ക് തെളിഞ്ഞ് വരുന്നവർക്ക് വഴക്കാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിരിക്കും നാളികേരം, ഒരു മുറി നാളികേരമാണ് ചേർത്തത്. ഇപ്പോൾ അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ചേർത്തോളൂ. പിന്നെ ഒരു മുറി നാളികേരം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3.5 അച്ച് ശർക്കര പൊടിച്ചാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മൾ ഇടികളിൽ വെച്ച് ചതച്ചിട്ട് അതിലിടുക ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉരുക്കിയും ചേർക്കാം. എനിക്ക് ഇഷ്ടം എപ്പോൾ ഉരുക്കി ചേർക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഇടിച്ച് ചേർത്ത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർത്തത്. അതിനിടയിൽ ഞാൻ അവിടെ അരിപ്പൊടിക്ക് 2 നാഴി പൊടിക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ മോള് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ തന്നെയാണ് അത് കുഴച്ചത്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. ആ സമയത്ത് ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. മറ്റേ മിക്സ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. മോൾ തന്നെയാണ് ഇത് മുഴുവൻ കുഴച്ചത്. അവിടെ ചെറിയ പാത്രത്തിൽ തണുത്ത വെള്ളമാണ് അവൾ കുഴച്ചത് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കൈ മുക്കും, പിന്നെയും കുഴക്കും, തണുത്ത പിന്നെയും കൈ മുക്കും, പിന്നെയും കുഴക്കും. അങ്ങനെ കുഞ്ഞു ബോളിനെ വലിയ ബോളാക്കി മാറ്റിയാണ് അവൾ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മയത്തിലുണ്ടെങ്കിൽ നമുക്കത് പരത്താൻ സുഖമുള്ളൂ. അത് പരത്താൻ സുഖത്തിന് വേണ്ടി അടുത്തൊരു പാത്രത്തിൽ ഞാൻ ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൈ മുക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നതാണ് കേട്ടോ. പൊടി നല്ലോണം വേണം. ഒരു ഉണ്ട അത്യാവശ്യം വലിപ്പമുള്ള ബോൾ എടുത്തിട്ട് വേണം നമ്മൾ പരത്തി കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചോപ്പ് കളർ കാണിക്കുന്നില്ലേ, അത് വേറെ നല്ല ചാമ്പയ്ക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ ഇവിടുത്തെ നാത്തൂൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മുടെ ചാമ്പയ്ക്ക് അവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ മിക്സ് വെക്കുക, അത് അമർത്തി വെക്കുക, അത്രേ ഉള്ളൂ. സാധാരണ അടപരത്തുന്ന മാതിരി തന്നെ. അപ്പം എനിക്കൊരു 10 അടയുടെ അടുത്തുണ്ടായിരുന്നു. അത് ഇതേ അങ്ങനെ തന്നെ പരത്തി നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മളിങ്ങനെ ആവി കിട്ടുന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മൂടി ഭയങ്കര ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒറ്റക്കൈയിലുള്ള അഭ്യാസം കാരണം ഇടയ്ക്ക് ഫോക്കസ് ഔട്ട് ആയി പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെയിറ്റ് നമ്മുടെ ഇടികളില്ല, അതാണ് വെച്ചത് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ചാമ്പയ്ക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടോ. ആ സമയത്ത് ചാമ്പയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു വികാരമാണ്. ചാമ്പയ്ക്ക, ചക്ക, മാങ്ങ, അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ എന്തോ ഒരു മണലും വയററിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചോറില്ല, പിന്നത്തെ ദിവസം തന്നെ ചോറേ തിട്ടുണ്ടാവില്ല. ഈ വക സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്ന് നടക്കും. അതാണ് എൻ്റെ ഒരു ഹോബി. പണ്ട് മുതലേ അങ്ങനെയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ അട വെന്തു നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 20-25 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ സൂപ്പർന്ന് വെച്ചാൽ എന്തൊരു മണമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ മണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏലക്ക പൊടിയും കൂടി നേരെ ചേർക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് എടുക്കാനായിട്ട് വിട്ടുപോയി. ഇത്തിരി ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അമ്പേ സൂപ്പറായിട്ടുള്ള ഒരു മണം കൂടി ഫ്ലേവർ കൂടി വരും കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ കയ്യിൽ അവിലും കൂടി ഉണ്ടെങ്കിൽ അവിലും കൂടിയും ആ മിക്സ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ കൂടി ചേർത്തോ. അപ്പോൾ ഒരു കിഡു ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ആ ശർക്കരയുടെ ആ ഒരു നീരും ഒക്കെ കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ